2-3 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതൊരു സംസ്കാരമായി മാറും. ഇത് സത്യത്തിൽ മലയാളിക്ക് ആ സംസ്കാരം ശീലിക്കാൻ പ്രയാസം ഉണ്ടായിട്ടല്ല. എല്ലായിടത്തും തള്ളിക്കേറുന്നു എങ്കിൽ പിന്നെ എല്ലാവരും തള്ളിക്കേറും. അതേസമയം കൃത്യമായ ഒരു ഡെക്കോറം പാലിച്ച് ഇന്ന സ്ഥലം വരെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ബാക്കി ഷൂട്ട് ചെയ്യുന്നില്ല. ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ അനുസ്മരിക്കുക, അനുശോചനം പറയുക, ഇതൊന്നും ആരുടെയും വായിൽ കൊണ്ടുപോയി മൈക്ക് കുത്തേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് മൈക്ക് വെച്ചിട്ടുണ്ടാവും, പുറത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് പറയാനുള്ള ആളുകൾ 4 വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ഓർമ്മിച്ചു പോകും. ഒരാൾക്ക് പറയാനില്ലേ, അയാൾ മിണ്ടാതെ നടന്നു പോകും. അത്രയേ മരണ വീട്ടിൽ ആവശ്യമുള്ളൂ. മരണ വീട് ഒരു കണ്ടന്റിന്റെ സ്ഥലമല്ലാതാക്കി ശ്രീജിത്ത് പറഞ്ഞത് പൊതുവികാരം. പക്ഷെ ഈ മരിച്ച ആളുകള് സമൂഹത്തിലെ ഏറ്റവും പേരും പ്രശസ്തിയുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ തന്നെ ആളുകളെ വിളിച്ചു വരുത്തി ഇത്തരം പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കും. ഇത് ഉണ്ട്, എനിക്കറിയാം. എത്രയോ സംഭവങ്ങളുണ്ട്. സമയത്താണ് അവര് പബ്ലിസിറ്റി, അവരത് റിപ്പോർട്ടിങ് മോശമായി കഴിഞ്ഞാൽ, കുറഞ്ഞു പോയാൽ അത് അവർക്ക് അത്ര ഉള്ളു പബ്ലിസിറ്റി എന്ന് വരുത്തുന്ന രൂപത്തിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് അവര് തന്നെ എല്ലാവരും ക്ഷണിച്ച് കൃത്യമായി ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ ആരെ വിളിച്ചു പറഞ്ഞ 2 പേരെ പറയാമോ? പേര് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഉറപ്പായിട്ടുണ്ട്. തീർച്ചയായിട്ടും എത്രയോ അനുഭവങ്ങളുണ്ട്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമക്കാരും അവരുടെ ഗ്രാഫ് ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി, ജനങ്ങളെ ഭയങ്കര പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവർ ഇത്തരം ആളുകൾ വിളിച്ചു വരുത്താറുണ്ട്. എല്ലാ പരിപാടിക്ക് എത്തിക്കും. അവർക്ക് പക്ഷേ ഇവിടെ അതിന്റെ അതിർവരമ്പ് ലംഘിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അതിർവരമ്പ് ലംഘിക്കുകയും മനുഷ്യത്വരഹിതമായിട്ട് ആ സലീം കുമാർ എന്ന് പറയുന്ന ആൾ മരിച്ച ആ ബോഡിയോട് പോലും അനാദരവ് കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സ്വയം ബോധത്തോടുകൂടി അവർ കണ്ടറിഞ്ഞ് മാറേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പോലീസ് ആണെങ്കിൽ നോക്കുത്തിയായി. അവിടെയുള്ള ജനങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംഘടന അവർ അത് ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും അതേ ഒരു കോൺഗ്രസ്സുകാരനാവുമ്പോൾ കോൺഗ്രസ്സുകാരെങ്കിലും അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. മുഖ്യമന്ത്രി അല്ല, അതെ സ്വയം ബോധം ഇല്ല. അതിർവരമ്പ് എവിടെ ഒരു മുഖ്യമന്ത്രി വരുമ്പം അതൊരു മരണമാണെന്നും മരണച്ചടങ്ങാന്നും അറിയാണ്ട് കൊണ്ടിടുവോ മാല? കല്യാണ വീഡിയോ. ബോധമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളുടെ പെരുമാറ്റവും നിയന്ത്രണമില്ലായ്മയാണ് ഇത്തരം ചർച്ചയ്ക്ക് കാരണം. അല്ലാതെ ഇത്തരം സംഭവിച്ചു പോയാൽ പരിഹാരം വേണം. സംഭവിച്ചു പോയി, മര്യാദകളായിട്ട് പെരുമാറി നമ്മളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. കേരള സമൂഹം അത് ഏറ്റെടുക്കുകയാണ്, കണ്ടവരും ചെയ്തവരും എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടെ തീരുമാനം നിർത്താം. ഞാൻ പറയാമെന്ന് ഇത്ര മാത്രമാണ്. സ്വയംബോധത്തോടെ ഇദ്ദേഹം കുറച്ചേരം മുമ്പ് പറഞ്ഞു, സ്വയംബോധത്തോടെ ക്രമേണ തിരുത്തുക. വീണ്ടും അവിടേക്ക് തന്നെ ഇങ്ങനെ ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയംബോധം എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഹിസ്റ്റോറിക്കലായിട്ട് നിരവധി കാലം കൊണ്ടാണ് സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡിജിറ്റൽ കാലം തുടങ്ങിയിട്ട് ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്നതിന് വളരെ ചെറിയൊരു കാലമേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഡിജിറ്റൽ സിവിക് സെൻസ് എന്ന് പറയുന്ന ഡിജിറ്റൽ സിറ്റിസൺസ് എന്ന് പറയുന്ന നിലയ്ക്ക് ഒരു നിലവാരം നമ്മൾ ആർജിച്ചെടുത്തിട്ടില്ല. ആ തരത്തിലുള്ള ഒരു സിവിക് സെൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ സമയത്ത് നമുക്ക് റെഗുലേഷൻ നിർബന്ധമായും വേണ്ടി വരും. അപ്പൊ ചില കാര്യങ്ങൾ ആത്മനിയന്ത്രണം മാത്രം പോരാ, റെഗുലേഷൻസ് വേണം. അതായത് ചില കാര്യങ്ങൾ സ്ട്രിക്ട്ലി നോ എന്ന് വേണ്ടി വരും. ചിലത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ആവാം എന്ന് വേണ്ടി വരും. ചിലത് ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും ചെയ്തോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.